AIYF കല്യാശ്ശേരി മണ്ഡലം ശില്പശാല സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഇപ്പോൾ എന്താ? ഇലക്ട്രിക് മോസ്റ്റോട്ടിക്കോ, പിന്നെ ചുമര ചെയ്തു, പിന്നെ വീട് കയറും, ഇത് മാത്രം. അത് നമ്മൾ പഠിച്ചിട്ടില്ല. കാരണം അതാണ് ശരി. പക്ഷെ അതുകൊണ്ട് മാത്രമേ ഇനി സമൂഹത്തിന് പോകാൻ കഴിയൂ. നിങ്ങൾ ചുമരെടുത്ത് വായിക്കുന്ന അത്ര ചെറുപ്പക്കാരുടെ ഇതാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് എടുത്ത് ഒരു പോസ്റ്റ് നോക്കുന്ന അത്ര ചെറുപ്പക്കാർക്ക് അവർ നടക്കുമ്പോൾ നോക്കുന്ന ഫോണാണ്. ഇങ്ങനെ ഞാൻ എത്ര ആക്സിഡന്റ് നടന്നിട്ട് അറിയാം. നിങ്ങൾ ഈ ഫോണിങ്ങനെ നോക്കി നടക്കുമ്പോൾ ഫോൺ നോക്കുന്ന എത്ര കുട്ടികളെ ഞാൻ കണ്ടു. ഞാൻ രാവിലെ നടക്കാൻ നോക്കുമ്പോൾ ഈ പിന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോകുമ്പോൾ അവർ ഇതിങ്ങനെ നോക്കിക്കൊടുക്കുക. ഇങ്ങനെ നോക്കിയിട്ട് നടക്കുക 24 hours. എത്ര ആളുകൾ വീണിട്ടുണ്ട്? AIYF കല്യാശ്ശേരി മണ്ഡലം ശില്പശാല പാപ്പനശ്ശേരി PK ഗോപാലൻ സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം P. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജിനീഷ് MP അധ്യക്ഷനായി. ശ്രീലക്ഷ്മി T, ജസ്വന്ത്, ഈച്ച പ്രമോദ്, രേഷ്മ പരാഗൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യുവകലാസാഹിത്യ ജില്ലാ പ്രസിഡന്റ് ഷിജിത്ത് വായനൂർ മുഖ്യ പ്രഭാഷണവും നടത്തി. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ട് 100 വർഷം ആകാൻ വേണ്ടി പോകുന്നു. പക്ഷെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ആശാവഹമായ ഒരു ഘട്ടത്തിലല്ല നമ്മളുള്ളത് എന്ന് നമുക്ക് ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരു കാലത്ത് ലോകത്താകമാനമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പ്രസ്ഥാനങ്ങൾ വലിയ നിലയിൽ മുന്നേറ്റം സൃഷ്ടിക്കുകയും വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് മുന്നോട്ട് വരികയും അതിന്റെ എല്ലാം ആശാവഹമായിട്ടുള്ള വാർത്തകൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന നിരീക്ഷിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെ പോലെ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും പോരാട്ടം നടത്തുകയും ചെയ്യുന്ന സഖാക്കളുടെ ആളുകളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്.